ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിങ്കിയെ നിർമ്മലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനെ പറ്റി നമ്മുടെ ഗൗതത്തിനോട് അമ്മായി സംസാരിക്കാം. അപ്പോൾ സുമംഗല പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിൻ്റെയും കൂടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നോടിപ്പോൾ ചോദിച്ചതെന്നും നിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരോട് സംസാരിക്കാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ സുമംഗല ഇങ്ങനെ പറഞ്ഞു. പറ മോനെ, പിങ്കിയെ നിർമ്മലിന് കൊടുക്കുന്നതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നീ പറ മോനെ, എന്തായാലും പറഞ്ഞോളാൻ പറഞ്ഞു സുമംഗല. ഞാനിപ്പോൾ ജോലിയുടെ കുറച്ച് ടെൻഷനിലാണ് അപ്പച്ചെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. നമുക്ക് ഈ വിഷയം മറ്റൊരു ദിവസം അല്ലെങ്കിൽ പിന്നീട് സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ സുമംഗലയ്ക്ക് ആകെ ഒരു ഡൗട്ട്, ഇതെന്താ അങ്ങനെ ഗൗതം പറയുന്നതെന്ന്. ശരി, നിനക്ക് ഇനിയിപ്പോൾ അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ കൃത്യമായിട്ടൊരു മറുപടി അത് നീ ഇതിന് പറഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. അർജുൻ പോയാലും ആ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് നീ എന്ന കാര്യം ഗൗതത്തിനോട് പറഞ്ഞു. നമ്മൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് പിങ്കിക്ക് ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്ന് സുമംഗല പറഞ്ഞു. അവൻ്റെ ആത്മാവ് പോലും നമ്മളോട് ക്ഷമിച്ച് തരില്ല. അത് പറഞ്ഞ സുമംഗല ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നമ്മുടെ ഗൗതം അകത്തേക്ക് കയറി പോരുകയും ചെയ്തു കേട്ടോ. സുമംഗല എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൗതം നേരെ ചെല്ലുന്നത് നിർമ്മലിൻ്റെ റൂമിലേക്കാണ്. അവിടെ ചെന്ന് നിർമ്മലിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ നിർമ്മലിനെ പറ്റി ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ നമ്മുടെ ഗൗതം അങ്ങനെ നിൽക്കുവാണ്. നല്ല രീതിയിലൊന്നും ചെന്നിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഗൗതം അവിടെ നിന്ന് പോന്നു വന്നിട്ടിരുന്ന് ഇങ്ങനെ പലതും ആലോചിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ മനസാക്ഷി അങ്ങോട്ടേക്ക് വരുന്നു. വന്നിട്ട് ഭയങ്കര ടെൻഷനിലാണല്ലോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ മനസാക്ഷിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇതിലിപ്പോൾ എന്താ ഇത്ര ആലോചിക്കാൻ, പിങ്കിക്ക് ഒരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. ശപിക്കപ്പെട്ട ആ ഒരു ജീവിതത്തിൽ നിന്നൊരു മോചനമല്ലേ അവൾക്ക് കിട്ടുന്നത്. അർജുൻ്റെ പ്രതിരൂപമായി നിർമ്മല അവളെ താലി കെട്ടട്ടെ, പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ്റെ രൂപസാദൃശ്യമൊക്കെ ഉണ്ടായിരിക്കാം നിർമ്മലിന്, പക്ഷേ അവർ തമ്മിൽ യാതൊരു സ്വഭാവ പൊരുത്തവും ഇല്ല. ഒരാൾ ക്രിമിനലും മറ്റൊരാൾ സോൾജിയറുമാണെന്ന് പറയുമ്പോൾ അതൊക്കെ നിന്റെ കണ്ണിലും മാത്രമാണ് ഗൗതം. മറ്റുള്ളവരുടെ കണ്ണിൽ രണ്ടുപേരും ഒരാൾ തന്നെയാണ് എന്ന് ഗൗതത്തിനോട് തൻ്റെ മനസാക്ഷി പറയുന്നു. അപ്പോൾ അവരുടെയൊക്കെ കാഴ്ചത് മറിഞ്ഞിരിക്കുകയാണെന്നും അർജുൻ്റെ രൂപം കണ്ടതോടെ അവരതിൽ ഭ്രമിച്ചിരിക്കുകയാണെന്നും നമ്മുടെ ഗൗതം പറയൂ കേട്ടോ. പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എല്ലാവരെയും എതിർത്ത് നിന്നാൽ നിനക്ക് ഗുണം എന്തെങ്കിലും കിട്ടുമോ, ദോഷമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പ്രതിരൂപം ചോദിച്ചു. പിങ്കി നിർമ്മലിനെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഭീഷണി ഒഴിവായി പോവുക എന്നേക്കുമായിട്ട്, അത് നീ ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം മാത്രം പരിഗണിച്ച് പിങ്കിയുടെ ജീവിതം നശിച്ചോട്ടെ എന്ന് ഞാൻ കരുതണമെന്ന് ഗൗതം ചോദിച്ചപ്പം സ്വന്തം ജീവിതത്തിൻ്റെ സുഖത്തിനും സൗഖ്യത്തിനും മാത്രം നീ പ്രാധാന്യം കൊടുത്താൽ മതി. നിർമ്മലിനെ പോലൊരു താന്തോന്നിക്ക് മുന്നിൽ കഴുത്ത് നീട്ടി കൊടുത്താൽ പിന്നെ പിങ്കിയുടെ ജീവിതത്തിന് ഗതി എന്താകുമെന്ന് ചോദിക്കുമ്പോൾ അത് പിങ്കിയല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പ്രതിരൂപം ചോദിച്ചു. ഓരോ മനുഷ്യനും ഓരോ വിധിയുണ്ട്, അത് തടുക്കാനേ ആർക്കും കഴിയില്ല. അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിച്ചിട്ട് ഈ വിവാഹം നടന്നാൽ അത് വിധിയല്ല, അതൊരു വൻ ചതിയാണെന്ന് ഗൗതം അന്നേരം പ്രതിരൂപത്തിനോട് പറയുന്നു. അതിനെനിക്ക് പറ്റില്ല എന്നും എൻ്റെ ജീവിതം നന്നാവണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് പിങ്കിയുടെ ജീവിതം ബലിയേടാക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം വലിച്ചെറിഞ്ഞു കൊടുക്കണോ എന്ന് ഗൗതം പ്രതിരൂപത്തിനോട് ചോദിക്കുമ്പോൾ പ്രതിരൂപം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞല്ലോ ഗൗതം, എല്ലാവരും ചേർന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ അനുകൂലിക്കാതെ എതിർത്ത് നിന്നാൽ നിനക്ക് ശത്രുക്കളെ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ ഉദ്ദേശശുദ്ധി അതിനെ പോലും മറ്റുള്ളവർ സംശയിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. ആലോചിച്ച് മാത്രം നീ ഇതിലൊരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഗൗതത്തിനും ഒന്നും പറയാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയുന്നില്ല. അതും പറഞ്ഞ് പ്രതിരൂപം അങ്ങ് പോയി. ഗൗതം ആലോചനയും തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വല്യമ്മായിയെ കാണിക്കുന്നത്. അരുന്ധതിയോട് നിർമ്മലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇവർ ചോദിക്കുക. അപ്പോൾ ഈ നിർമ്മലിനെ പറ്റി എന്നോടൊരു അഭിപ്രായം ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് പുള്ളിക്കാരി ലക്ഷ്മിയോടും മഹേശ്വരനോടും മോഹിനിയോടും അല്ലെങ്കിൽ നന്ദയോടും ഇവരോടെല്ലാവരോടും ചോദിക്കുന്നു. അപ്പോൾ കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചോളാൻ പറഞ്ഞു ലക്ഷ്മി. നോക്ക്, ഏട്ടത്തി മാത്രമല്ല മാഹി ഏട്ടനും അഭിപ്രായം പറയണമെന്ന് ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ, മറ്റും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എൻ്റെ അർജുൻ്റെ പ്രതിരൂപമല്ലേ അവനെപ്പറ്റി ഞാൻ എന്താ ദുഷിച്ച് പറയുന്നത്? അവനെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറയാൻ എൻ്റെ നാവ് ഒരിക്കലും പൊങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഏട്ടത്തിയുടെ വാക്കുകൾ തന്നെ ആവർത്തിക്കാനാണ് ഇഷ്ടം എന്ന കാര്യം നമ്മുടെ മഹേശ്വരൻ അന്നേരം പറയും. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്ക് സന്തോഷമായി. നിർമ്മൽ ഈ വീട്ടിൽ താമസം തുടങ്ങിയതിൽ പിന്നെ അർജുൻ്റെ സാന്നിധ്യം അത് ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് എനിക്കെന്ന് പറയുമ്പോൾ നല്ല തോന്നൽ തന്നെ എന്ന് പറഞ്ഞോണ്ട് മോഹിനി അന്നേരം പറയും. മോഹിനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. സത്യം പറയാലോ, എനിക്ക് ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാണെന്ന് മോഹിനി അന്നേരം പറഞ്ഞു.
എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അന്നേരം ഈ മോഹിനി ഇങ്ങനെ നോക്കുക. ആരാന്നോ എന്താണെന്നോ തീർച്ചയില്ലാത്ത ഒരാളെ കൂട്ടിക്കൊണ്ട് വന്ന വീട്ടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു. ഗൗതം അവൻ്റെ ചരിത്രമൊക്കെ വിശദീകരിച്ചത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന മോഹിനി ഇവരോട് എല്ലാവരോടുമായിട്ട് പറയാം. അപ്പോൾ അതെ, നിർമ്മൽ ഒരു വാക്കുകൊണ്ട് പോലും പ്രവൃത്തി കൊണ്ട് പോലും മോശമായിട്ട് ഇന്ന് വരെ പെരുമാറിയിട്ടുണ്ടോ മോഹിനി? ഉണ്ടോയെന്ന് ചോദിച്ചു ലക്ഷ്മി. അപ്പോൾ മോഹിനിക്ക് മറുപടി പറയാനൊന്നുമില്ല. അപ്പം നന്ദ ഇങ്ങനെ ഇതായിട്ടിരിക്കുക. അന്ധമായ പക ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ നീ ആ പയ്യനെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? അപ്പം എനിക്കെന്ത് പകയുള്ളത്? ഞാനെന്ത് പക പറഞ്ഞെന്നാ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നതെന്ന് മോഹിനി ലക്ഷ്മിയോട് ചോദിക്കാം. അപ്പം അതില്ലെന്ന് പറയില്ല ചെറിയമ്മേ, നിങ്ങളോട് പറയാതെയാണ് നിർമ്മലിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എന്നതിൽ നല്ല ദേഷ്യം നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറഞ്ഞു നന്ദ. അത് ഒളിഞ്ഞും തെളിഞ്ഞും ചെറിയമ്മ പറയുന്നതേ എൻ്റെ കാതിൽ തന്നെ എത്രയോ തവണ കേട്ടതാണെന്ന് ചോദിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലേ കണക്കായിപ്പോയി, എനിക്കിഷ്ടമല്ല അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പറയുമ്പോൾ മോഹിനി എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഒരൊറ്റ വിളി. ഞാനും കൂടെ അനുവദിച്ചിട്ടാ നിർമ്മലിനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. മോഹിനി എന്താ അത് മറന്നുപോയോ എന്ന് ചോദിച്ചു അരുന്ധതി. അങ്ങനെ നിർമ്മലിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. ഇവിടുത്തെ കാരണവത്തിയാണ് ഞാൻ, എൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും മാത്രം നീ വളർന്നിട്ടില്ല എന്നൊക്കെ അരുന്ധതി മോഹിനിയോട് പറയുന്നു. അങ്ങനത്തെ നമ്മുടെ അരുന്ധതി മോഹിനിയെ രണ്ടും ഒച്ചയെടുത്ത് പേടിപ്പിച്ചിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ലക്ഷ്മി എന്ന് അരുന്ധതി പറഞ്ഞു. അത് പിന്നെ എന്ന് പറഞ്ഞ് ലക്ഷ്മി പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറയാൻ വല്യമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ചാടിക്കേറി രംഗത്തേക്ക് വന്നു. അപ്പോൾ ഇവരെല്ലാവരും നന്ദയെ തന്നെ നോക്കി നിൽക്കുക. അപ്പച്ചിക്ക് ഏറ്റവും ആഗ്രഹം നമ്മുടെ നിർമ്മലിനെ സ്ഥിരമായി ഇവിടെ നിർത്തണമെന്നുള്ളതാണെന്ന് പറയുമ്പോൾ അല്ല അതിപ്പോൾ അതെങ്ങനെ നടക്കും? അതെ, എത്രയൊക്കെ ആയാലും അവൻ മറ്റൊരു വീട്ടിലെ അംഗം തന്നെയല്ലേ എന്ന് ചോദിച്ചു അരുന്ധതി. ജോലിയുടെ ആവശ്യം കഴിയുമ്പോൾ അവൻ എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരില്ലേ എന്ന് അരുന്ധതി ചോദിക്കാം. അപ്പം ശരിയാണല്ലോ എന്ന് മഹേശ്വരൻ ഇങ്ങനെ പറയുന്നു. മോഹിനി അന്നേരം ഇങ്ങനെ കണ്ണ് തുറച്ച് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്താ ഇവർ പറയുന്നതെന്ന് അറിയാനായിട്ട്. പിന്നെ ഈ ഇന്ത്യവരവും നമ്മളും ഒക്കെ ആയിട്ട് അവൻ എന്താ ബന്ധമുള്ളത്? അപ്പോൾ ഒരു ബന്ധം എല്ലാവരും കൂടി വിചാരിച്ചാൽ നടത്തിയെടുക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്ത് ബന്ധമാ എന്നിങ്ങനെ ഇവന്ന് ആലോചിക്കുക. പിങ്കിയെ നിർമ്മലിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ നമ്മുടെ നന്ദ. അരുന്ധതിയൊക്കെ അന്തം വിട്ട് നന്ദ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നാൽ പിന്നെ ഒരിക്കലും നിർമ്മൽ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വരില്ലല്ലോ. അതിന് ഏതെങ്കിലും തെമ്മാടിക്ക് പിടിച്ചു കൊടുത്ത പേരുദോഷം കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു പിങ്കിയുടെ കാര്യത്തിൽ. അല്ല മോഹിനി, ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിൽ എന്താ പേരിന് ദോഷിക്കാനെന്ന് ചോദിച്ചു ലക്ഷ്മി. അല്ല പിങ്കിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നില്ലേ, നാട്ടുകാർ കേട്ടാൽ എന്താ പറയുക എന്നറിയാമെന്ന് മോഹിനി അന്നേരം ചോദിച്ചു. അരുന്ധതിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി, ടെൻഷനായി, ആകെ നാശകോശമായി. ഒരുത്തനെ ഇവിടെ കയറ്റി താമസിപ്പിച്ച വകയിൽ കിട്ടിയ സമ്പാദ്യമാണെന്നാണ് പറയാൻ പോകുന്നതെന്ന് മോഹിനി പറഞ്ഞു. ഇവരെല്ലാവരും കണ്ണു മിഴിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക. മോഹിനി പറയുന്നതൊക്കെ കേട്ടിട്ട് മാനഹാനി ഒഴിവാക്കാൻ പിടിച്ച് തലയിൽ വെച്ച് കൊടുത്തതാണെന്നും പറയുമ്പോൾ മോഹിനി നിർത്താൻ പറഞ്ഞു അരുന്ധതി. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എല്ലില്ലാത്ത നാവാണെന്ന് കരുതി അത് എങ്ങനെയും എടുത്തിട്ട് വളയ്ക്കാമെന്ന് നീ കരുതരുതെന്ന് പറഞ്ഞു. പിങ്കി പ്രസവിക്കുന്നത് ഗൗതമൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെയാണെന്ന കാര്യവും ആ കുഞ്ഞിനെ പഴിചാരി സംസാരിച്ചാലുണ്ടല്ലോ എൻ്റെ കയ്യിലെ ചൂട് നീ അറിയുമെന്ന് മോഹിനിയോട് അരുന്ധതി പറയാം. മോഹിനി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴാണ് നന്ദയ്ക്കൊന്ന് സമാധാനമായത്. അപ്പോൾ ലക്ഷ്മി ഏട്ടത്തി ഈ വളച്ചു കെട്ടലും ദൂഷിപ്പും ഒന്നും ആരും മനസ്സിലെടുക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമൊന്നും ലക്ഷ്മി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. മഹേശ്വരനൊന്നും മിണ്ടാത്തത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. അല്ല ഏട്ടത്തി സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് ആലോചിച്ച് ഇതിനൊരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ടെന്നും അപ്പം ആരുടെ വാക്കിനും ഞാൻ ചെവി കൊടുക്കാറില്ല എന്നും എൻ്റെ മനസ്സ് കുറച്ച് പഴയതാണെന്ന് അരുന്ധതി എന്നിട്ട് അവിടെ ഇരുന്ന് പറയാം. ഭർത്താവ് മരിച്ചാൽ ആ ഒരു ഓർമ്മകളിൽ ജീവിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും എനിക്കറിയില്ല എന്ന് അരുന്ധതി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഏട്ടത്തി കാലം ഒരുപാട് മാറിയില്ലേ, ഇന്നൊരു പെണ്ണിന് ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുമ്പം എനിക്കത് അറിയാം മഹി. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പിങ്കിയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടി നമുക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചു. അപ്പം അത് ശരിയാണ്, അറിയണം. അവർക്കും കൂടി സമ്മതമായിരിക്കണം ഇതിന്, എങ്കിൽ മാത്രമേ ഇതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിച്ചു. അതിനേക്കാളൊക്കെ ഉപരി പിങ്കിയുടെ തീരുമാനം അത് നമ്മൾ അറിയണ്ടേ എന്ന് അരുന്ധതി ചോദിക്കാം. അപ്പം അതും ശരിയാണ്, അതും അറിയേണ്ടതാണല്ലോ. മോഹിനി ഇതെല്ലാം കേട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞു. ഇവിടുത്തെ ഓരോരുത്തരും ഇതിൻ്റെ അഭിപ്രായം പറയണം. ഇവിടുത്തെ കാരണവത്തി എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമേ അല്ല ഇതെന്ന് പറഞ്ഞു.
പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അവരുടെ തീരുമാനം കൂടി അറിഞ്ഞ് അതിനുശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പോലും പറ്റത്തുള്ളൂ എന്നും അരുന്ധതി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം. അപ്പം ശരിയാണ്, അവരെല്ലാവരും കൂടി ആ ഒരു കാര്യത്തെപ്പറ്റി അവിടെ ഇങ്ങനെ ചർച്ച ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ്. പിങ്കി ഇങ്ങനെ റൂമിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഗിരിജ അങ്ങോട്ടേക്ക് വന്നു പിങ്കിയെ കാണാനായിട്ട്. മോളെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അന്തവും കുന്തവും ഇല്ലാതെ ഓരോന്ന് ആലോചിച്ച് ഇവിടെ ഇരുന്നു. ഈ നടക്കുന്ന ഗൂഢാലോചനകൾ വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഗൂഢാലോചനയോ? എന്താലോചന? അതിന് ഇപ്പം ഇവിടെ ആരാ ഗൂഢാലോചന നടത്താനുള്ളത്? അല്ലെങ്കിൽ തന്നെ ആർക്കാ എതിരെ ഇവിടെ ഇപ്പോൾ ഗൂഢാലോചന നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗൂഢാലോചനയുടെ നടത്തിപ്പുകാരെ 3 പേരാണെന്ന് പറഞ്ഞു. 3 പേരോ? നമ്പർ 1 നന്ദ. പിങ്കി ഇങ്ങനെ നോക്കുക. 2 ലക്ഷ്മി, 3 സുമംഗല. ഈ 3 പേരാണെന്ന് പറയണു. ഗൂഢാലോചന നടത്തുന്നതോ നിനക്കെതിരെയാണെന്ന് പറയുമ്പം എനിക്കെതിരെ എന്ത് ഗൂഢാലോചന നടത്താനാ? അതിന് ഞാനിവരോടൊക്കെ എന്താ തെറ്റ് ചെയ്തതെന്ന് പിങ്കി ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഒളിച്ചും പാത്തും നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കാര്യങ്ങളാ. എന്താണെന്ന് നിനക്കറിയാവോ? നിന്റെ വിവാഹം നടത്തുക എന്നുള്ളതാ ഗൂഢാലോചന സംഘത്തിന്റെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി. പിങ്കി അന്തം വിട്ട് നിൽക്കുക. ഇത് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയുള്ളൊരു നീക്കമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുമ്പോൾ പിങ്കിക്ക് അതങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പിങ്കി കലിപ്പിലിരിക്കുക. അവൾ എന്ത് മൂവിങ് വേണമെങ്കിലും നടത്തിക്കോട്ടെ, ഇവിടെയുള്ള ആരും അവളുടെ കൂടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവൾക്ക് സപ്പോർട്ടാ പിങ്കി മോളെ. ഇനി അവളുടെ കയ്യിലിരിക്കുന്ന ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ആ ചെറുക്കനാ, നിർമ്മല്. പിങ്കി അന്നേരം അന്തം വിട്ടിങ്ങനെ നോക്കുക. അവനെയാ നിനക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് കൂട്ടിമുട്ടിക്കാൻ നന്ദ മുൻപിൽ നിർത്തി കളിക്കുന്നതെന്ന് പറയുമ്പോൾ പിങ്കിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ദേഷ്യം. നിർമ്മലിനെ വെച്ചാണ് നന്ദ കരുക്കൾ നീക്കുന്നതെങ്കിലും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന കാര്യവും പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. നീ വളരെയേറെ സൂക്ഷിക്കണമെന്ന് ഗിരിജൻ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നിന്ന് ആലോചിക്കുക. പിങ്കി എന്നിട്ട് അർജുൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഭർത്താവിനോട് അകമഴിഞ്ഞ സ്നേഹമുള്ള ആളായതുകൊണ്ട് ഭർത്താവിനെ മറന്ന് ഒന്നും ചെയ്യില്ലാത്ത ആളാണ് പിങ്കി. അതുകൊണ്ട് തന്നെ പിങ്കി നല്ല പതിവ്രതയായിട്ടുള്ള ഒരാളാണല്ലോ. അങ്ങനെ അതൊക്കെ കേട്ട് അന്തം വിട്ട് പിങ്കി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ ഗൗതം അവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചനകൾ നടത്തുന്നത്. അപ്പോഴാണ് ലക്ഷ്മിയും സുമംഗലയും കൂടി ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഗൗതം മോനെ എന്ന് വിളിച്ച്. എന്താ പതിവില്ലാതെ 2 പേരും കൂടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഗൗതം മോനെ, സുമംഗലാപ്പച്ചി നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, നീ അതിനൊരു മറുപടി പോലും പറഞ്ഞില്ല എന്നും പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ജോലി തിരക്ക് കഴിഞ്ഞിട്ട് പറയാമെന്നല്ലേ നീ പറഞ്ഞത്? ഇവിടെ പലർക്കും പല അഭിപ്രായങ്ങളാണെന്നുള്ള കാര്യം നമ്മുടെ സുമംഗല പറഞ്ഞു. നിന്റെ അഭിപ്രായം വ്യക്തമായിട്ട് അറിഞ്ഞാലേ പിങ്കിയുടെയും നിർമ്മലിൻ്റെയും ആ ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴേക്കും നന്ദയും അങ്ങോട്ട് വരുവാണ്. ഇവർ എന്താ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തെക്കാളും മുൻഗണന കൊടുക്കേണ്ടത് പിങ്കിയുടെ അഭിപ്രായത്തെയാണ് എന്ന് ഗൗതം അന്നേരം അവിടെ വെച്ച് പറയാം. അത് കേട്ടപ്പം നന്ദയ്ക്കൊരു പേടി. അവളോട് അഭിപ്രായം ചോദിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ ഗൗതം പറയുമ്പോൾ അതൊരു ഒഴിഞ്ഞുമാറലല്ലേ മോനെ എന്ന് ചോദിച്ചു കേട്ടോ. ഇവർ പിങ്കിയോട് അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ലല്ലോ നമ്മളാരും ഇപ്പോഴുള്ളത് എന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ പിങ്കി ഇവരുടെ സംസാരം കേൾക്കുക. മോനെ, സുമംഗലാപ്പച്ചി പറഞ്ഞത് ശരിയല്ലേ? വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോട് സമ്മതം ചോദിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ലല്ലോ വിധവയായ ഒരു പെണ്ണിനോട് അഭിപ്രായം ചോദിക്കുന്നത് എന്ന് ലക്ഷ്മി ഗൗതത്തിനോട് പറയാം. അനുയോജ്യനായ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവളുടെ മനസ്സ് അവനിലേക്ക് അടുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പിങ്കിമോളുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നൊക്കെ ലക്ഷ്മി പറയുന്നതെല്ലാം പിങ്കി അവിടെ നിന്ന് കേൾക്കുക. നന്ദയ്ക്കപ്പുറയാണ് പിങ്കി നിൽക്കുന്നത്. നന്ദ ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻ മാറ്റി മാറ്റി വരുന്നതെല്ലാം ഈ പിങ്കി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിന്നോട് അതുകൊണ്ടാണ് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചതെന്ന് പറയുമ്പം എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാകുമെന്ന് ഗൗതം നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അതെന്താണെന്ന് അറിയാൻ പിങ്കിക്ക് ഒരു ക്യൂരിയോസിറ്റി. പിങ്കി ഇങ്ങനെ നിൽക്കുക. എനിക്ക് അലയൻസിനോട് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് ഗൗതം തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം. പിങ്കിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവനെ മാത്രമേ നിങ്ങളുടെ കണ്ണിൽ പെട്ടുള്ളോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ ഗൗതത്തെ നോക്കും. അപ്പോൾ പിങ്കിയുടെ കല്യാണ കാര്യത്തിൽ ഗൗതം പറയുന്നതും പിങ്കിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പോൾ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാ പിങ്കിയുടെ തലയിൽ അവനെ കെട്ടിവെക്കാൻ നിങ്ങൾ നോക്കുന്നത്? പിങ്കി എന്താ അത്ര ഭാരമാണോ നിങ്ങൾക്കെന്നൊക്കെ ചോദിക്കുമ്പം ഇത്രയൊക്കെ പറയാൻ നിർമ്മലിന് എന്താ ഇത്ര കുറ്റമെന്ന് അന്നേരം ചോദിച്ചു അപ്പച്ചി. അപ്പോൾ അപ്പച്ചിയുടെ കണ്ണിലൊരു മറ വീണ് കിടക്കുകയാണ്. അർജുൻ്റെ രൂപം കിട്ടിയെന്ന് വെച്ച് കാട്ടാളനല്ലാതെ ആകുന്നില്ലല്ലോ എന്ന് ഗൗതം അന്നേരം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ
ഇവർക്കും ഒരു അത്ഭുതം. ജനിച്ച കാലം മുതൽ അച്ഛൻ ആരാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതിന്റെ മുഴുവൻ ഫ്രസ്ട്രേഷനും ഉണ്ട് അവനെന്ന് പറയുമ്പോൾ, അവൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കുറവും ഇല്ല എന്ന് പറയുമ്പോൾ, അതിപ്പോഴല്ലേ ഈ 16-ാം മണിക്കൂറിൽ വരുന്ന തിരിച്ചറിവുകൾക്കും ഉറപ്പുകൾക്കും പിന്നിൽ അതിൻ്റെ 10 ഇരട്ടി പ്രശ്നങ്ങൾ അവൻ്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അമ്മേ, ഒന്നാം തരം ഒരു ക്രിമിനൽ അവൻ, അറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നന്ദയൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. പിങ്കിക്ക് ഇതൊക്കെ കേട്ട് ഹാപ്പിയാ. മോനെ ഗൗതം മോനെ, ദേ അന്ന് നിർമ്മല സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് പിങ്കി മോളെ രക്ഷിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണത്തിൻ്റെ പേരില. അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം, എൻ്റെ അമ്മയെ, ഞാനൊരു പോലീസുകാരനാ, ഒരു ബോൺ ക്രിമിനലിനെ മനസ്സിലാക്കാൻ നിങ്ങളാരും എനിക്ക് ക്ലാസ് എടുത്ത് തരണ്ടെന്ന് പറയുമ്പോൾ, സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച ഒരാളാണ് അവരെന്ന് വെച്ചോ, പക്ഷെ ഇനി അത് തിരുത്തി ജീവിക്കില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഭാഗ്യക്കുറിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല അപ്പച്ചി എന്ന് ഗൗതം അന്നേരം പറയുന്നു. അങ്ങനെ ഗൗതവും ഏകദേശം പിങ്കിക്ക് സൈഡായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. സ്വന്തം മകളാണെങ്കിൽ ഒരു ക്രിമിനലിനെ താലി കെട്ടാൻ നിർത്തി കൊടുക്കുമോ അപ്പച്ചി, നിർത്തി കൊടുക്കുമോ എന്ന് ചോദിച്ചു. നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, മതി അപ്പച്ചി നിർത്തിക്കോ, എനിക്കിനി ഇതിനെപ്പറ്റി ഒന്നും കേൾക്കാനില്ല. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം, പിങ്കിയെ നിർമ്മലിന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് തറപ്പിച്ച് നമ്മുടെ ഗൗതം അങ്ങ് പറയാം, നന്ദയെ തകർത്തുകൊണ്ട്. അപ്പം നന്ദയുടെ ജീവിതം തകർന്നാലും കുഴപ്പമൊന്നുമില്ല, പിങ്കിയുടെ ജീവിതം രക്ഷപ്പെടണം എന്നുള്ളതാണ് ഗൗതത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾക്കൊരു വിചാരമുണ്ടെങ്കിൽ പിങ്കിയുടെ അഭിപ്രായം ചോദിക്കുക, അതനുസരിച്ച് വിവാഹം നടത്തുകയോ നടത്താതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ദാറ്റ്സ് ഓൾ, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. ഗൗതം തുള്ളിച്ചാടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദ മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു. കാരണം ഇത് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി നന്ദ പുറംതിരിഞ്ഞ് നടക്കുമ്പോൾ പിങ്കി നേരെ നന്ദയുടെ മുന്നിലേക്ക് വന്നു. നിന്റെ മാസ്റ്റർ പ്ലാൻ ആണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പിങ്കി നന്ദയുടെ മുന്നിലേക്ക് വരുന്നത്. ആരുടെ ബുദ്ധിയാ ഇന്ത്യ വരത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ? നീ തന്നെയല്ലേ ആ ഒരു ബുദ്ധി പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പിങ്കി നന്ദയോട് ചോദിക്കുന്നു. ഇപ്പം നിനക്ക് മനസ്സിലായോ ഞാനിവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഗൗതം തന്നെയാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. പ്രത്യക്ഷത്തിൽ ഗൗതം അത് ഭാവിക്കുന്നില്ലെന്ന് മാത്രം, പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയാം, ഗൗതമനും അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ പിരിയിളക്കും ഇവള്. പിങ്കി ഇല്ലാതെ ഇന്ത്യവരത്തിൽ ഗൗതമന്റെ ജീവിതത്തിന് പൂർണ്ണതയില്ല നന്ദ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് പറയുന്നു പിങ്കി. അതുകൊണ്ട് തന്നെ ഈ ജന്മം ഗൗതം എന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയുമില്ല, അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഗൗതം തന്നെ നന്ദയോട് വലിയൊരു ചതി ചെയ്തു എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. ഇനിയിപ്പം നന്ദയായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. ആ ഒരു രീതിയിലാണ് കഥയുടെ മുന്നോട്ടുള്ള പോക്ക്, അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.